ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു, ഒരുപാട് കാലം മാർക്കറ്റിംഗ് ചെയ്തു, എന്നിട്ടും പ്രോപ്പർ റിസൾട്ട് ഇല്ല. കുറേ പൈസ മാർക്കറ്റിംഗിന് വേണ്ടി സ്പെൻഡ് ചെയ്തു ഒരുപാട് കാലം. ഇതാണോ ഇപ്പൊ നിങ്ങളുടെ പ്രോബ്ലം? ഇനി അതല്ല, നിങ്ങൾ ഫ്രഷ് ആയിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലൂടെ കൂടുതൽ സെയിൽ കൂട്ടണം, മാർക്കറ്റിംഗ് ഒന്ന് ഡെവലപ്പ് ചെയ്യണം, ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്ത് ചെയ്യണം, ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിലൂടെ നിങ്ങളുടെ ബിസിനസ്സിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രോപ്പറായി സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല പ്രീമിയം ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. യെസ്, അപ്പൊ വൺസ് അഗെയിൻ നിങ്ങൾ എല്ലാവരെയും വാം വെൽക്കം ചെയ്യുന്നു. യെസ്, അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഇറ്റ്സ് മീ അനൂപ് ഡിജിറ്റൽ. ഏകദേശം ഒരു 9 years ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് മേഖലയിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോ ഈ ഒരു മേഖലയിൽ ഞാൻ കൂടുതലും ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഏജൻസി സപ്പോർട്ടായിരുന്നു കൊടുത്തിരുന്നത്. പിന്നീട് എനിക്ക് തോന്നി അതൊരു കറക്റ്റ് വേ അല്ല. കാരണം ബിസിനസ് ഓണേഴ്സ് എന്നുള്ളത് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബിസിനസ് ഓണർ ആയിട്ട് ഇരിക്കുന്ന ആളുകളല്ല. ഏറ്റവും നന്നായിട്ട് റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നത് ഒരു ബിസിനസ് ഓണറാണ്, അല്ലെങ്കിൽ ബിസിനസ് ഓണറുടെ ഓൺ ടീമിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്റെ പ്രോസസ്സിൽ ഞാൻ ചുമ്മാ വീഡിയോ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ റീൽ ചെയ്ത് കൊടുക്കുന്നു, പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ബിസിനസ് ഓണേഴ്സിനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുക, അവരുടെ കൺസൾട്ടിങ് ആൻഡ് മെന്ററിംഗ് കൊടുക്കുന്ന ഒരു മോഡലിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്ന് ഷിഫ്റ്റ് ആയി. അപ്പൊ അതിലൂടെ സംഭവിച്ചതെന്ന് വെച്ചാൽ മുന്നേ പ്രോപ്പറായിട്ട് റിസൾട്ടുകൾ പല ബിസിനസ്സുകൾക്കും കിട്ടാത്ത പ്രോബ്ലം ഉണ്ട്. കാരണം ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട്, എന്നാൽ ബിസിനസ്സിന് ചെയ്യുന്ന സമയത്ത് ചുമ്മാ പോസ്റ്റ് ഇട്ട് നിറയ്ക്കാനുള്ള ആ പ്രോസസ് ഒക്കെ പരമാവധി ഒഴിവാക്കി ഈ ഒരു ഇതിലേക്ക് എത്തിയപ്പോൾ ബിസിനസ് ഓണേഴ്സിന് നല്ല റിസൾട്ടുകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അവർ പേജ് ഗ്രോത്ത് ആവുന്നുണ്ട്, സെയിൽസ് വരുന്നുണ്ട്, ക്ലോസിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനുശേഷം കംപ്ലീറ്റ്ലി ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് ഓൾ കേരള പ്രോപ്പർ ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്തു. അത് ഞാൻ തന്നെ ബിൽഡ് ചെയ്തൊരു ഓപ്ഷനാണ് സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ്, അതായത് ₹0 മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇവിടെ നമുക്ക് ഫേസ്ബുക്കിന് ക്യാഷ് കൊടുക്കേണ്ടതില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ്സിന് വേണ്ട ലീഡ്സും കസ്റ്റമേഴ്സിനും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കണ്ടെത്താം, ക്ലോസ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇന്ന് ഫേസ്ബുക്കിന് ക്യാഷ് കൊടുത്താണ് മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു സത്യം അറിയുമോ, ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ലീഡുകളും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയെന്ന് അറിയോ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഗൂഗിൾ, യൂട്യൂബ് പറയുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ക്യാഷ് കൊടുക്കുക, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ കൊടുക്കുക, പരസ്യം ചെയ്യുക, ആഡ് ചെയ്യുക, ലീഡ് എടുക്കുക, അത് ക്ലോസ് ചെയ്യുക. എന്നാൽ ഒരു 100 ലീഡ് കിട്ടിയാൽ ചിലപ്പോൾ ഒരു 10 മര്യാദയ്ക്ക് ക്ലോസ് ചെയ്യാത്ത ഇഷ്യൂസ് ആണ് ഏറ്റവും മിക്ക ബിസിനസ് ഓണേഴ്സും പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഫേസ്ബുക്കിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫേസ്ബുക്കിന്റെ അടിമകളാണ് നിങ്ങൾ, ഞാൻ അങ്ങനെ പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മാറ്റം വേണം. നിങ്ങൾക്ക് വേണ്ടി ഫേസ്ബുക്കിനെയും ഇൻസ്റ്റാഗ്രാമിനെയും പണിയെടുപ്പിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നല്ല റിസൾട്ട് കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഓർഗാനിക് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമർ തേടി വരുന്ന മെത്തേഡിലേക്ക് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ് ഈ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് 3-day വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോ എന്ത് ചെയ്യണം, ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ലക്കി പേഴ്സൺസ് ആണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളൊരു എത്ര വലിയ ബിസിനസ് ഓണർ ആയിക്കോട്ടെ, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധയോടെ ഈ ഒരു വീഡിയോ കാണുക. കാരണം നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് പ്രോബ്ലംസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. എന്നൊരു എംപ്റ്റി മൈൻഡിൽ നിങ്ങളൊരു സ്റ്റുഡന്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ മൈൻഡ് സെറ്റിൽ ഇരിക്കുക. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ലേൺ ചെയ്യുക, ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു വൻ മാറ്റം തന്നെ ഉണ്ടാക്കാൻ സാധിക്കണം ഈ ഒരു ഇതിലൂടെ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് നല്ലൊരു ലിസണറെ പോലെ അവിടെ ഇരിക്കുക. യെസ്, അപ്പൊ ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ, നമ്മുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പല ബിസിനസ് ഓണേഴ്സും. ഒരുപാട് കാലമായിട്ട് ഒരു സിസ്റ്റം ഇല്ല, കറക്റ്റ് ആയിട്ടൊരു സിസ്റ്റം അല്ലെ, ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തൊക്കെയോ ചെയ്യുന്നു, എന്നാൽ നോക്കുന്ന സമയത്ത് ഒരു ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും ആയിട്ടുണ്ടാവും, ഇപ്പോഴും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, ഒരു പ്രോപ്പർ വെയിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിച്ചു, നിങ്ങൾ ഓൾ ടൈം എവറി ടൈം ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ. അപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സിസ്റ്റം പിന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് നോക്കിക്കോളും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ക്ലോസിംഗ് ചെയ്യുന്നതും കസ്റ്റമറിനെ ഫോളോ അപ്പ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്നോളജി ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതിലേക്കൊക്കെ നിങ്ങൾ വരിക. അപ്പൊ നിങ്ങൾ ഇവിടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരുപാട് ക്യാഷ് കൊടുക്കുന്നു, റിസൾട്ട് ഇല്ല.
കിട്ടുന്നതൊക്കെ ക്വാളിറ്റി ഇല്ലാത്ത ലീഡ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ആണ്. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യാതെ ഈ ഹോൾ അടയ്ക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏൺ ചെയ്യുന്ന ക്യാഷ് മൊത്തം എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യും, നഷ്ടമാവുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മാസം നിങ്ങൾ ഒരു 10,000 രൂപ സ്പെൻഡ് ചെയ്യുന്നെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു 12 മാസത്തേക്ക് നിങ്ങൾ 1,20,000 ഏകദേശം വരും മിനിമം. അപ്പൊ ഇതിന് മുകളിൽ സ്പെൻഡ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. എന്നാൽ ഒരു ബിഗിനർ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യുക. അപ്പോ ഒരുപാട് ക്യാഷ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് മാസങ്ങളോളം വർഷങ്ങളായിട്ടും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കിട്ടിയ ഡാറ്റ ആണെങ്കിലോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നർച്ചർ ചെയ്യുന്നില്ല, കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതിന് ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് അതിൽ നിന്ന് റിസൾട്ടും കിട്ടത്തില്ല. ഇതാണ് ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സും ഫെയിൽ ആവാനുള്ള മെയിൻ റീസൺ, മാർക്കറ്റിംഗ് പ്രോപ്പർ ആവാത്തത്. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ പ്രോപ്പർ സിസ്റ്റം ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പണ്ട് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആഡിന്റെ കോസ്റ്റ് വരുന്നത് 40 രൂപയാണെങ്കിൽ ഇന്ന് വന്നിട്ടുള്ളത് 100 രൂപ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് 100 രൂപ കൂടുകയാണ് ചെയ്യുക. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ മാർക്കറ്റിംഗിന് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതോറും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ എണ്ണം കൂടുന്നുണ്ട്, മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് നിങ്ങൾ കൂട്ടണം. കാരണം ആ ഒരു കോമ്പറ്റീറ്റർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്താലേ നിങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ലീഡ് തന്നെയാണ് അപ്പുറത്തും കിട്ടുന്നത് 5 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് 30 പേർക്ക് അല്ലെ. നിങ്ങളുടെ കോമ്പറ്റീറ്ററിന് നിങ്ങളും വിളിക്കും, അവരും എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്നു. അപ്പൊ ആർക്കും അത് ക്ലോസ് ആകുക. നിങ്ങൾ പറയും എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ പറയുന്നു, എക്സ്പീരിയൻസിനേക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ഡിജിറ്റലി ഉള്ള പ്രസൻസ് എന്ന് പറയുന്നത്. കാരണം ഇനിയുള്ള തലമുറ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഓൺലൈനിൽ നിങ്ങൾ എത്രത്തോളം അസറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം ഫെമിലിയർ ആണ്, നിങ്ങളുടെ ഫേസ്, ഇതൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ താഴേക്ക് പോകും. നിങ്ങളുടെ കോമ്പറ്റീറ്റർ ഏറ്റവും നന്നായിട്ട് സോഷ്യൽ മീഡിയ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മുകളിലേക്ക് പോകും. അപ്പൊ എത്ര വർഷം മുന്നേ തുടങ്ങി എന്നുള്ളതിന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ കാര്യമില്ല. കാരണം 1 മാസം 2 മാസം 3 മാസം മുന്നേ തുടങ്ങിയ പല ബിസിനസ്സുകളും യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്തു പോകുന്നത്. കാരണം അവർ സോഷ്യൽ മീഡിയയുടെ ആ ഒരു പവർ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പകുതി ഇപ്പൊ ഒരു 40 വയസ്സൊക്കെ ഉള്ള അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള പണ്ടത്തെ 80K അതുപോലെ തന്നെ 90K ബിസിനസ് ഓണേഴ്സിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ ഇത്രയും വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ലേ, ഞങ്ങൾ എങ്ങനെയാ അതൊക്കെ ചെയ്യാൻ, ഞങ്ങൾക്ക് അതൊന്നും നമ്മുടെ പേര് ചെയ്ത പേര് വരും, അല്ലെങ്കിൽ കുറച്ചിലാണ് എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് പല ബിസിനസ്. അതുകൊണ്ട് തന്നെ അവരുടെ മാർക്കറ്റിംഗ് ഭയങ്കര ഫ്ലോപ്പാണ്. കാരണം അവർക്ക് അതൊരു ശീലമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർക്കും വേണ്ട. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവരെങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലോസ് ആവാൻ ചാൻസ് ഉള്ളത്, അവരുടെ ഇപ്പോഴത്തെ ഹാബിറ്റ് എന്താണ്, അവരെവിടെയാണ് അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കസ്റ്റമേഴ്സിനെ കിട്ടാൻ പോകുന്നില്ല. ഇത് തിരിച്ചറിയുന്നത് നിങ്ങളുടെ കസ്റ്റമറുടെ പെയിൻ പോയിന്റ്സും കസ്റ്റമറെയും തിരിച്ചറിയാൻ പറ്റിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനിയുള്ള കാലം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സെയിൽസ് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒട്ടുമിക്ക ആളുകളുടെ പ്രശ്നം വെച്ചാൽ 40 കഴിഞ്ഞ ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരത് പണ്ട് ഉപയോഗിച്ചില്ല, അതുകൊണ്ട് അവരിപ്പോഴും ഉപയോഗിക്കുന്നില്ല. ഒരു അലങ്കാരത്തിന് എന്ത് ചെയ്യുന്നു, പല ആളുകൾ ചുമ്മാ പേജൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ പ്രൗഡായിട്ട് നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 90s 80s വരുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ്, അവർ തയ്യാറാവുന്നില്ല, കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറാവുന്നില്ല. അപ്പൊ നിങ്ങൾ ഇനിയും മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫീൽഡ് ഔട്ട് ആവുന്ന വീട്ടിലിരിക്കേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആയിട്ട് കാണാം. കാരണം നിങ്ങൾ ഇനിയും മാറിയേ പറ്റൂ. അപ്പോ ഈ 90s ആണെങ്കിലും ഈ 80s ആണെങ്കിലും എന്ത് ചെയ്യാം, മാറാൻ തയ്യാറാവണം. അങ്ങനെ നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ കോമ്പറ്റീറ്റർ ഇന്നലെയും മിനിയാന്നും വന്ന നിങ്ങളുടെ കോമ്പറ്റീറ്റർ എന്ത് ചെയ്യും, ടോപ്പിലേക്ക് വരും. യെസ്, അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയനെ ശരിയായി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലും അധികം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ടൊരു സിസ്റ്റം സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് 10x ഗ്രോത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് ബിസിനസ് കൂടണമെന്നില്ല. അതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ലൈഫ് ലോങ് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ അതാണ് സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്നതൊക്കെ ടെമ്പററി ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ഹണ്ടിങ് ആണ്. നിങ്ങൾക്ക് കസ്റ്റമർ എപ്പോൾ ആവശ്യമുണ്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് കുറച്ച് ലീഡ് എടുക്കുന്നു, എന്നിട്ട് പ്രോപ്പർ ആയിട്ട് അതിൽ ക്ലോസിംഗ് നടന്നിട്ടില്ലെങ്കിൽ ആ ക്യാഷ് പോയി. ഫേസ്ബുക്ക് എന്ത് ചെയ്യും, ആ ക്യാഷ് മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. ആ ക്യാഷ് കഴിഞ്ഞു, ആ ഡ്യൂറേഷൻ കഴിഞ്ഞാൽ പിന്നെ പേജ് ഡൗൺ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലെ, അവിടെ കഴിഞ്ഞു. അപ്പോ എന്താണ് അവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ ഒരു ഫാമിംഗ് മെത്തേഡിലേക്ക് എന്ത് ചെയ്യണം,
ഫാമിംഗ് മെത്തേഡിലേക്ക് വരണം. ഇനിയുള്ള കാലം നിങ്ങൾക്ക് ഇതിലേക്ക് കൂടി ഫോക്കസ് ചെയ്താലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇത് ക്യാഷ് ഉള്ളവന് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മടിയന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകൾ ഇതാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നോ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ പെയ്ഡ് ആയിട്ട് ഇപ്പൊ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, പെട്ടെന്ന് നിർത്തുമൊന്നും വേണ്ട. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് കൂടി ഇംപ്ലിമെന്റ് ചെയ്യുക. എന്നിട്ട് മെല്ലെ മെല്ലെ ഇത് ട്രാക്കിൽ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ആഡിൻ്റെതായിട്ട് കുറച്ച് വന്നാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഈ ഫാമിംഗ് എന്നുള്ളത് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരികയും ഓട്ടോമാറ്റിക് ആയിട്ട് കസ്റ്റമേഴ്സ് നിങ്ങളെ അട്രാക്ട് ആവും. ഓക്കെ, അപ്പൊ അട്രാക്ട് ആവുമ്പോൾ മാത്രമാണ് അവിടെ 100% കസ്റ്റമർക്ക് നിങ്ങളിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ആവുള്ളൂ, അതുപോലെ തന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുള്ളൂ. ഇവിടെ എന്ത് ഹണ്ടിങ് ആണെങ്കിലും പേയ്മെന്റ് കൊടുത്തൽ എന്താണെങ്കിലും കസ്റ്റമറെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് മേടിക്കില്ല. അപ്പൊ കസ്റ്റമർ പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ പഠിക്കണം. അട്രാക്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണർക്ക് മാത്രമാണ് ഏറ്റവും നന്നായിട്ട് ഈ ഫ്യൂച്ചറിലേക്ക് പിടിച്ചു നിൽക്കാനും കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഫെയിൽഡ് ആവും. ഓക്കെ, അപ്പൊ ഈ ഹണ്ടിങ് പ്രോസസ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം മാനേജ് ചെയ്യാം. ഒട്ടുമിക്ക ഒരു ബിസിനസ് ഓണേഴ്സിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു ബിസിനസ് ഓണറെ പോലെ ഇരിക്കുക അല്ല. ഇനിയുള്ള കാലം നിങ്ങൾ ഏറ്റവും നല്ല പ്രൊമോട്ടറായിട്ട് മാറിയാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഹണ്ടിങ് പ്രോസസ്സ് ഒഴിവാക്കുക, എന്നിട്ട് ഫാമിംഗിലേക്ക് വരിക, അതായത് സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിലേക്ക് വരിക. അപ്പൊ നിങ്ങളുടെ ഫേസ് വാല്യൂ ആണെങ്കിലും നിങ്ങളുടെ പേജിന്റെ ഗ്രോത്ത് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 10x ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അപ്പൊ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ വീഡിയോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. മാത്രമല്ല, ഞാൻ ഈ വീഡിയോയുടെ താഴെ കുറച്ച് ലിങ്ക് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക കമ്മ്യൂണിറ്റിയിലൊക്കെ. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചർ അപ്ഡേറ്റ്സും ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ മാത്രമായിരിക്കും കിട്ടുന്നത്. മാത്രമല്ല, ഇതിന് ശേഷം വരുന്ന അടുത്ത വീഡിയോ ഡസനുകൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക. കാരണം അവിടെയാണ് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉള്ളത്, ഒരു മാജിക് ഉള്ളത്. നിങ്ങളുടെ ലൈഫിൽ ബിഗ് ചേഞ്ചസ് കൊണ്ടുവരാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് മതിയായ സ്കില്ലില്ല, നിങ്ങൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തില്ല, എങ്ങനെ നിങ്ങൾ കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള സ്കില്ല് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, നിങ്ങളുടെ കണക്കുകൂട്ടലൊന്നും പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് തന്നെ നഷ്ടം. അപ്പൊ നിങ്ങളുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുക, നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ സെയില് കൂട്ടാൻ പറ്റും. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ ഓൺലൈൻ ത്രൂ അട്രാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടോ, അത് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണമെന്നുള്ളത്? വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഓൺലൈനിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെയില് കൂട്ടുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റോ ക്യാപിറ്റലോ ഇല്ലാണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഓൺലൈൻ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങളുടെ വാല്യൂ കൂട്ടാൻ എത്രത്തോളം പറ്റുന്നു അത്രയും കൂട്ടാം. കാരണം അവിടെ ഓഫീസിന് ഇമ്പോർട്ടൻസ് ഇല്ല, നിങ്ങൾക്ക് ഓൺലൈൻ വിസിബിലിറ്റി ആണ് അവിടെ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് ഓൺലൈൻ അസറ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടി അവിടെ പണിയെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് നോക്കിയാൽ മതി. ഒരു റെന്റ് ഔട്ട് ചെയ്തിട്ട് ഒരു ഓഫീസ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ ഓൺലൈനിൽ എപ്പോഴും ലൈവായിട്ട് ആക്റ്റീവായിട്ട് ഉണ്ടായാലും മാത്രം മതി. അപ്പോ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ല സെയിലും നല്ല ക്ലോസിങ്ങും കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരുപാട് ഫോർമുല ആൻഡ് സ്ട്രാറ്റജീസ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ ഉള്ള ഒരു സുവർണ്ണ അവസരം നിങ്ങൾക്ക് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഏറ്റവും ഇപ്പൊ 2 വർഷം 5 വർഷം കൊണ്ട് എടുക്കേണ്ട ഗ്രോത്ത് ഒരു 3 to 6 months കൊണ്ട്, മിനിമം 90 days കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം, നിങ്ങളുടെ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, സെയില് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതാണ് ഓൺലൈനിന്റെ പ്രത്യേകത. കാരണം എക്സ്പെൻസ് കുറവാണ്, പിന്നെ നമ്മുടെ ഓർഗാനിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതർ മാർക്കറ്റിംഗ് എക്സ്പെൻസും മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായോ അല്ലെ?
അപ്പൊ ഹണ്ടിങ് നിങ്ങളിപ്പോ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് റിസൾട്ട് കുറവായിരിക്കാം. അപ്പൊ അതിന്റെ കൂടെ ഫാമിംഗ് മെത്തേഡിലേക്കും കൂടി വരിക. ദാറ്റ് മീൻസ് സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ്. ഓക്കെ, ഒരു രൂപ ചെലവില്ലാതെ നിങ്ങളുടെ മാർക്കറ്റിംഗ്, നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ക്ലയൻസ് വേണോ, സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിൽ അപ്ഗ്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറയുന്നതുള്ളൂ, ഇപ്പോ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാവില്ല, പ്രോപ്പറായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള കസ്റ്റമേഴ്സ് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടില്ല. ഐ മീൻ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ മാക്സിമം ഇൻ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ ഓഡിയൻസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, ഇൻ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള ഓഡിയൻസിനെ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടില്ലയോ, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഇപ്പൊ നിങ്ങൾ സർവൈവൽ മോഡിലാണ് പോകുന്നത്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് കുറെ പേയ്മെന്റ് മാർക്കറ്റിംഗിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, റിസൾട്ട് കുറവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഇതിലേക്ക് നിങ്ങൾ മാറുക. കമ്മ്യൂണിറ്റി, ഓക്കെ. അപ്പൊ കമ്മ്യൂണിറ്റി എന്താണെന്നുള്ള ഡൗട്ട് ഒക്കെ ഉണ്ടാവും അല്ലെ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തുതരാം. ഓക്കെ, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇൻസ്റ്റ, സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി പവർ അപ്പ് ആക്കുക. കാരണം ഈ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ലൈഫ് ഉള്ളൂ, ബിസിനസ്സിൽ ലൈഫ് ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. അപ്പൊ ഈ ഒരു പോയിന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ അസറ്റ് ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെ വിസിബിലിറ്റി കൂട്ടണം, പ്രോപ്പർ ക്യാഷ് നഷ്ടമാവാത്ത രീതിയിൽ എങ്ങനെ ആഡ്സ് മാനേജ്മെന്റ് ചെയ്യണം, ഇതൊക്കെ നമ്മുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിന്റെ പ്രോഗ്രാമിൽ വരുന്നതാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ അവസരം. അപ്പൊ അടുത്ത വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എൻഗേജ് ആവുക, അതിലുള്ള കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.